ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മലയാളം റെസിപ്പീസ് സിമ്പിൾ ചാനലിൻ്റെ പേരൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ പേരും കൂടി ചേർത്ത് ചാനൽ നെയിം ഇടാൻ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. റെസിപ്പീസ് വിത്ത് ഷാന എന്നാണ് ഇനി ചാനലിൻ്റെ പേര്. മലയാളം റെസിപ്പീസ് സിമ്പിൾ എന്നാലും ചിലയിടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ അത് പതുക്കനെ മാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് ഒന്ന് നോക്കാം. അനു ഷിജു നമ്മുടെ തലശ്ശേരി എഗ് ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെക്കാളും നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ താങ്ക്സ് അനു. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ ഫോട്ടോ അയക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ സുപ്രീം പിസ്സയാണ്, ഹോം മെയ്ഡ് പിസ്സ. ഞാൻ വീട്ടിൽ ഒരുപാട് വെറൈറ്റീസ് പിസ്സ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ആദ്യമായിട്ട് ഈ വെറൈറ്റിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ സുപ്രീം പിസ്സ നല്ല രസമാണ്, പാർട്ടീസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. നല്ലൊരു ഡെലിഷ്യസ് ടോപ്പിംഗ് ആണ് അതിൻ്റെത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിസ്സ വീട്ടിലുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് പിസ്സയുടെ ഡോ തയ്യാറാക്കണം. പിന്നെ ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് മാരിനേറ്റ് ചെയ്യണം. അതൊന്ന് ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ടോപ്പിങ്സിൽ ആഡ് ചെയ്യണത്. പിന്നെ ടൊമാറ്റോ സോസും കൂടി തയ്യാറാക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് 240 ml ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ക്രസ്റ്റിനുള്ള ഇത് നോക്കാം. നമ്മുടെ പിസ്സയുടെ ക്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കാനുള്ള വിധം. ഒരു കപ്പിലേക്ക് 1/2 കപ്പ് വാം വാട്ടർ, ഒരുപാട് ചൂടും പാടില്ല, ചൂട് കുറവാകാനും പാടില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാൻ ഫാസ്റ്റ് ആക്ടിങ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഇത് 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കണം. അത് നമ്മുടെ ഈസ്റ്റ് പ്രൂവായി അത് ആക്ടിവേറ്റ് ആവാനുള്ള സമയമാണ്. ആ സമയത്ത് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി മൈദയും പകുതി വീറ്റ് ഫ്ലവറും യൂസ് ചെയ്യാം. അതാണ് താല്പര്യമെങ്കിൽ അതും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് മാവിലെ നന്നായി ഈവൻലി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണത്. ഒരു 8-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈസ്റ്റ് സൊല്യൂഷൻ ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞ് വന്ന് തുടങ്ങണം. ഇതുപോലെ നന്നായി പതിഞ്ഞിരിക്കണം. ഇങ്ങനെ പതിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് പഴയതായിരിക്കും, അല്ലെങ്കിൽ ആ വെള്ളത്തിന് ചൂട് ആവശ്യത്തിന് ഉണ്ടായില്ല, ചൂട് കൂടിയാലും ഇങ്ങനെ വരില്ല. അപ്പോൾ ഇത് നന്നായി പതിഞ്ഞ് ഫ്രോത്തി ആയതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഒന്നില്ലെങ്കിൽ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈസ്റ്റ് പഴയതാണെന്നാണ്. അപ്പോൾ പുതിയ ഈസ്റ്റ് വെച്ചിട്ട് തന്നെ ഡോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പതിഞ്ഞ് ഫ്രോത്തി ആയിട്ട് വന്ന ഈസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ. എന്നിട്ട് ഒരു മരത്തിൻ്റെ തവിയോ സ്പൂണോ വെച്ചിട്ട് നന്നായി സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സായി പെട്ടെന്ന് കിട്ടണം. അതിനുശേഷം കൈകൊണ്ട് 5 മിനിറ്റ് ഒന്ന് കുഴച്ച് നന്നായി സോഫ്റ്റ് സ്മൂത്ത് ഡോ ആയിട്ട് കിട്ടുന്ന വരെ കുഴച്ച് കൊടുക്കണം. എനിക്ക് മിക്കപ്പോഴും ആ ഡോ ഇത്തിരി സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടാറ്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മാവിൻ്റെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം, കൂടുതൽ ഒട്ടലുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഈ ബോളിൻ്റെ ചുറ്റും നമുക്ക് കൈകൊണ്ട് കുറച്ച് എണ്ണ ഒന്ന് പെറ്റി കൊടുക്കുക. ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആ സർഫേസും മാത്രം, പിന്നെയും കുഴയ്ക്കരുത്, അതിൻ്റെ ആ സർഫേസ് മാത്രം. നിന്നിട്ട് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായി ടൈറ്റായിട്ട് മൂടി വയ്ക്കാം. ഇതിനി കുറച്ച് ചൂടുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ വെയിൽ കൊള്ളുന്ന വിൻഡോൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കാം. ഈ ഡോ ഇതിൻ്റെ ഇരട്ടി സൈസായിട്ട് വലുതായി വരണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. പിസ്സയ്ക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി അത് ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാസ്ത സോസ് ജാറിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് യൂസ് ചെയ്യാനും പറ്റും, ഒരു ഷോർട്ട് കട്ട് മെത്തഡായിട്ട്. ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ഒരു 7-6 നല്ല പഴുത്ത നല്ല ഫേമായിട്ടുള്ള വലിയ തക്കാളി, റോമ ടൊമാറ്റോസ് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വെള്ളത്തിലിട്ട് നന്നായി തിളച്ച് അതിൻ്റെ തൊലി ഉലിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ സ്കിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് വെറുതെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂറി റെഡിയായി. ഇത് അടിക്കുമ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ പീൽ ചെയ്ത ടൊമാറ്റോസ് മാത്രം ചേർത്താണ് ഈ പ്യൂറി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ 2 രീതിയുണ്ട്.
ഒന്നില്ലെങ്കിൽ സവാള, ഇവിടെ ഒരു സവാളയാണ് കേട്ടോ കൊത്തിയരിഞ്ഞത്, 3-4 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി അതും ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ബാസിൽ ലീഫ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അത് ഓപ്ഷണലാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഉണ്ടാക്കിയ ടൊമാറ്റോ പ്യൂറി നേരെ ഒരു സോസ് പാനിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് അതിലേക്ക് ആ സവാളയും വെളുത്തുള്ളിയും ബാസിൽ ലീഫും കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ച് ആ വെളുത്തുള്ളിയൊക്കെ കുക്കാവണ വെറുതെ നമുക്കിങ്ങനെ വറ്റിച്ച് ഒന്ന് കട്ടിയാവണ വരെയും ആ പ്യൂറി സോസ് പോലെ ആവണ വരെയും കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് എണ്ണയിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്ത് അതൊന്ന് കട്ടിയാവണ വരെയും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി ആദ്യം വഴറ്റി ഒന്ന് മണം കിട്ടിയപ്പോൾ സവാളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം, ആ കളറൊന്ന് മാറി വരണ വരെ. ചെറുതായി ഒന്ന് കളർ മാറിയിട്ടുണ്ട്, നമുക്ക് ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ പ്യൂറിയാണ്. ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കണം, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ച് പതുക്കെ വറ്റിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ 1.5 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളമൊക്കെ നന്നായി കളഞ്ഞേക്കുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങനീരും. ഇപ്പോൾ പാപ്രിക്കയാണ് ഏറ്റവും നല്ലത് ചിക്കൻ സുപ്രീം പിസയിൽ, അതിൻ്റെ ഒരു ഫ്ലേവറിങ് കിട്ടണം. സ്മോക്ക് പാപ്രിക്ക അല്ല ഉപയോഗിക്കുന്നത്, സാധാരണ പാപ്രിക്കയാണ് ഉപയോഗിക്കുന്നത്. ഇത് കിട്ടാനല്ലെങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചോളൂ. ഇതിങ്ങനെ പരത്തി നമ്മുടെ പിസയുടെ ഡോ റെഡി ആവണ ആ നേരം വരെയും കുറച്ച് നേരം പരത്തി വെച്ചേക്കാം. ഇപ്പം നമ്മുടെ പിസ്സ സോസ് നല്ല കട്ടിയായിട്ടുണ്ട്. കട്ടിയായതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ബാസിൽ ലീഫ് ഓപ്ഷണലാണ്, അതില്ലെങ്കിൽ ഇടണ്ട. പിന്നെ 1/4 ടീസ്പൂൺ ഒറേഗനോ നമുക്ക് പിസ്സ സോസിനും പിസ്സ ഫ്ലേവറിങ്ങിനും നിർബന്ധമുള്ളൊരു ഇത് തന്നെയാണ്. പിസ്സയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒറേഗനോ വേണം. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഡോ ഏകദേശം റെഡിയായി വരേണ്ട സമയമായിട്ടുണ്ട്. 1/4 കപ്പ് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇരുമ്പിൻ ചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതൊന്ന് വറ്റിയതിന് ശേഷം ചെറുതായി ഒരു ബ്രൗൺ കളർ ആവണ വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് ഇത് വേഗം കുക്കാവുന്നത്, ഓവർ ഫ്രൈ ചെയ്യാണ്ട് നോക്കണം. ഇനിയും അത് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഓവൻ നമ്മൾ പിസ്സ ഉള്ളിലേക്ക് വെക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 220 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡോ റെഡിയാണ് പിസ്സ ഉണ്ടാക്കാൻ. ഇതൊന്ന് പഞ്ച് ചെയ്യണം താഴത്തേക്ക്, അതിൻ്റെ ആ കാറ്റ് പോയി കിട്ടാൻ. ഇനി ഇതൊന്നും കൂടി നമുക്ക് കുഴച്ച് ഇത് 2 ഭാഗമാക്കണം. ഞാൻ കൈ ചെറുതായിട്ടൊന്ന് എണ്ണ പറ്റിയിട്ടുണ്ട് ഇത് എളുപ്പാക്കാൻ. ഇവിടെ ഞാൻ പിസ്സ പാനാണ് ഉപയോഗിക്കുന്നത്. പിസ്സ പാനില്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പാനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ നമ്മുടെ ഉരുളിയൊക്കെ മൂടിയണ ആ ലിഡ് യൂസ് ചെയ്യാനും പറ്റും പിസ്സ ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാനൊന്ന് ചെറുതായിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് എണ്ണ തടവി കൊടുത്തു. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ കോൺമീലാണ് സാധാരണ ഇടാറ്. ഇത് വിതറി ഇടുന്നത് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്സ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. കോൺമീൽ ഇല്ലെങ്കിൽ ഇവിടെ റവ കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ലതാണ് മൈദപ്പൊടിയുടെ കൂടെ. ഇനി 2 ഭാഗമാക്കിയിട്ടുണ്ട് നമ്മുടെ ഡോ. ഇതുപോലെ ഈ പാനിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഏറ്റവും നല്ല സ്പ്രെഡായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഈവനായിട്ട് ഷേപ്പ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്നും കൂടി റൈസ് ചെയ്ത് നമ്മുടെ ആ ബേസ് ഒന്നും ഇങ്ങനെ ഇതുപോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിൽ കട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം. ഈ കട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ നൈഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇത് ഓവനിൽ വെക്കുമ്പോൾ ഈവനായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കൂടുതൽ ബ്രൗൺ ആവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ടോപ്പിങ്സിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോപ്പ് ചെയ്തും സ്ലൈസ് ചെയ്തും റെഡിയാക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, അത് നല്ല ലോങ് സ്ട്രിപ്സ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറിയ ഈ മിനി ക്യാപ്സിക്കം എന്നും പറഞ്ഞ് കിട്ടുന്നത്, അതും പല കളറിലുള്ളത്, അത് റൗണ്ടായിട്ട് റിങ്ങും ചെറുതായിട്ട് സ്ലൈസ് പല രീതിയിലും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എരിവില്ലാത്ത ഈ നീണ്ട മുളക്,
അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ സുപ്രീം പിസയിൽ ആ മുളക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഓലിവ്സും ക്യാനിൽ കിട്ടുന്ന മഷ്റൂംസാണ്. അത് ഒക്കെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ചിക്കൻ സുപ്രീം പിസ്സ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പെപ്പറോണി സ്ലൈസസും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഇതില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പിസ്സ ബേസ്മിൽ ഒരു തിൻ ലെയർ നമ്മുടെ പിസ്സ സോസ് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിങ്സും ചീസും ഒക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ആദ്യം ചീസ് ഇട്ടിട്ട് ടോപ്പിങ്സ് അതിൻ്റെ മുകളിൽ ഇടാം. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല മോയ്സ്റ്റായിട്ട് തോന്നുന്നത് എപ്പോഴും ആദ്യം വെജിറ്റബിൾസും ടോപ്പിങ്സും ഒക്കെ ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ ചീസ് ഇടലാണ്. ഞാൻ ഈ 2 രീതിയും ചെയ്യാറുണ്ട്. പക്ഷെ പ്രസൻറ്റേഷന് ഭംഗിയുള്ളത് ആദ്യം ചീസ് ഇട്ടിട്ട് നമ്മുടെ വെജിറ്റബിൾ ടോപ്പിങ്സ് മുകളിൽ ഇടുന്നത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 250 ഗ്രാംസ് നല്ല ഗ്രേറ്റഡ് ചീസ് ആണ് എടുക്കുന്നത്. നല്ലൊരു പിസ്സ കോമ്പിനേഷൻ ചീസ് വേണമെങ്കിൽ ഞാൻ ഒരു റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസറേലയും മൈൽഡ് ചെഡറും കുറച്ച് ഗ്രേറ്റഡ് ഹോൾ ബീം പാർമിസാനും ഈ 4 ചീസിൻ്റെ ഈ അളവിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ റേഷ്യോയിൽ ഇട്ടാൽ അത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് പിസ്സയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ പിസ്സ ചീസും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതുണ്ട്. അല്ലെങ്കിൽ മോസറേല മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഈവനായിട്ട് നല്ല ഒരു ലെയർ ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ സ്റ്റർ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ്, നമ്മളുടെ നീണ്ട പീസസ് ക്യാപ്സിക്കം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന മുളക്, പിന്നെ കാനിലത്തെ മഷ്റൂം ഉണ്ട്, നമ്മുടെ മിനി ബെൽ പെപ്പേഴ്സ് ഉണ്ട് പല കളറിലും. ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലാണ് ഓലിവ്സ് ഇടുന്നത്. എന്നിട്ട് ഒറിഗനോ, ആവശ്യത്തിന് ഒറിഗനോ നമ്മുടെ പിസ്സയുടെ മുകളിൽ ഈവനായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ അതും നല്ലതാണ്. നല്ലൊരു എരിവൊക്കെ കിട്ടും. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അത്. അപ്പോൾ 10 മിനിറ്റ് 220 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. പറ്റുമെങ്കിൽ താഴത്തുനിന്ന് മാത്രം ഹീറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. താഴെ മാത്രം ഗ്രില്ലുള്ള ഓവനാണെങ്കിൽ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് പ്ലേസ് ചെയ്യാം. പിസ്സ സ്റ്റോൺ ഉള്ളൊരു പിസ്സ സ്റ്റോൺ യൂസ് ചെയ്ത് അത് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ നോക്കുക. നല്ല റിസൾട്ട്സാണ് കിട്ടുന്നത് പിസ്സ സ്റ്റോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഒരുവിധം ലോവർ റാക്കിലാണ് വെക്കേണ്ടത്. നമ്മുടെ ഓവൻ ചെറുതാണെങ്കിൽ 2 റാക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരേ റാക്കിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്യണം. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ക്രസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുകയും വേണം. നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുകയും വേണം. ബേക്ക് ചെയ്യാൻ തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു സ്റ്റീൽ സ്പാച്ചുല അടിയിൽ കൂടി ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ട് അതിൻ്റെ ക്രസ്റ്റ് ഒന്ന് ഗോൾഡൻ ആയിട്ടുണ്ടോ നോക്കണം, ഫേം ആയിട്ടുണ്ടോ എന്ന് നോക്കണം. പല ഓവൻസും സൈസ് അനുസരിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ ഇത്തിരി വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് അതനുസരിച്ച് ഒന്ന് നോക്കി സമയം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ പോരാന്നും തോന്നുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കൂടുതൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല യമ്മി ചിക്കൻ സുപ്രീം പിസ്സ വീട്ടിൽ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ക്രസ്റ്റൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ചീസൊക്കെ കറക്റ്റിന് മുകളിലൊന്നും ബ്രൗൺ ആയി പോവാണ്ട് നന്നായി ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിസ്സ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല എക്സ്പെൻസീവ് അല്ലേ ശരിക്കും ഈ പിസ്സ ഒക്കെ. വീട്ടിലുണ്ടാക്കാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ശരിക്കും. എൻ്റെ റെസിപ്പീസും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു കമൻറ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.